ഒരു സ്പോർട്സ് ബൈക്കിനോളം പവർഫുള്ളും സോളിഡുമായിട്ടുള്ള ഒരു മാക്സി സ്കൂട്ടർ, യമഹയുടെ എയറോക്സ് 155. 155cc ഡിസ്പ്ലേസ്മെന്റോട് കൂടിയ ഒരു 4 സ്ട്രോക്ക് 4 വാൽ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് എയറോക്സ് യമഹ എയറോക്സിനുള്ളത്. ഒപ്പം തന്നെ 15 PS പവർ, അതുപോലെ തന്നെ 13.9 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് എയറോക്സിൽ യമഹ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഫ്യൂവൽ ടൈപ്പാണ്, ആ ഒരു ഫ്യൂവൽ സിസ്റ്റമാണ് എയറോക്സിൽ ഉള്ളത്. വി ബെൽറ്റ് ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ആണ് എയറോക്സിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് VVA ടെക്നോളജി എന്ന് പറയുന്ന വലിയ പേറ്റന്റബിൾ ടെക്നോളജി എയറോക്സിന് സ്വന്തമാണ്. ലോ RPM ഹൈ പെർഫോമൻസ് വരുന്ന, ഹൈ ക്വാളിറ്റി പെർഫോമൻസ് വരുന്ന ഒരു ടെക്നോളജിയാണ് VVA എന്ന് പറയുന്നത്. ഇപ്പം തന്നെ റൈഡർക്ക് ഏറ്റവും സേഫായി റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എയറോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൈഡർക്ക് കംഫർട്ട് വരുന്ന, ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടുന്ന ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് ഷോ ഫെസിലിറ്റിയും എയറോക്സിനുണ്ട്. ഒരു നെഗറ്റീവ് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് എയറോക്സിൽ നമുക്കുള്ളത്. അതിനകത്ത് നമുക്ക് TCS സിഗ്നിഫിക്കന്റ് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്തുണ്ട്, RPM അതൊക്കെ അടങ്ങുന്ന ഒരു ബേസിക് ക്ലസ്റ്റർ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ABS ഇൻഡിക്കേഷൻ കാര്യങ്ങളും നമുക്ക് ക്ലസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ടൈപ്പാണ് എയറോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് മോട്ടോർ സൈക്കിൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു ടിൻ ഷോക്ക് ഒരു അബ്സോർബർ നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡ് സ്റ്റാൻഡിന്റെ എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ച് നമുക്ക് നോർമലി ഇപ്പോൾ ഓൾമോസ്റ്റ് വണ്ടികൾക്ക് യമഹയുടെ മറ്റു വാഹനങ്ങൾക്കും സെയിം തന്നെ ഫീച്ചർ നമുക്ക് കാണാൻ പറ്റും. 230 mm ഒരു ഡിസ്ക് ബ്രേക്ക് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഒരു സേഫ് ആയ രീതിയിൽ റൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും, ബാക്ക് സൈഡിലേക്ക് ഒരു 130 mm ഒരു ഡ്രം ബ്രേക്ക് ആണ് നമുക്ക് എയറോക്സിനുള്ളത്. ഒരു സിംഗിൾ ചാനൽ ABS വാഹനമാണ് എയറോക്സ് എന്ന് പറയുന്നത്. റൈഡർക്ക് സേഫായ രീതിയിൽ റൈഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് എയറോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, ഒരു മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഒരു ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു മോശം റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പോലും റൈഡർക്ക് അതൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ റൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ് റൈഡറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 790 mm ഒരു സീറ്റ് ഹൈറ്റ് ആണ് നമുക്ക് എയറോക്സിൽ വരുന്നത്. നമുക്ക് നോർമൽ എഫ്സിയിലൊക്കെ കാണുന്ന അതേ ഒരു സീറ്റ് ഹൈറ്റ്, ഒരു ഹം സീറ്റ് ആണ് എയറോക്സിൽ വരിക. പില്ലിനെ സംബന്ധിച്ചും റൈഡറെ സംബന്ധിച്ചും അതിന്റെ ഒരു ഫ്ലാറ്റ് ഫുഡ് ചെയ്യുന്നത് വളരെ ഫ്രണ്ട്ലി ആയ രീതിയിൽ, വളരെ കംഫോർട്ടായ രീതിയിൽ അത് ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് വാഹനത്തിൽ വരുന്നത് ഒരു നോർമലി ഒരു മാക്സി സ്കൂട്ടറിന് യോജിച്ച രീതിയിലുള്ള ഒരു ഡിസൈനിങ് ആണ് തീർച്ചയായിട്ടും നമുക്ക് എയറോക്സിൽ കാണാൻ സാധിക്കുന്നത്. എയറോക്സിന്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയ ഒരു അഗ്രസീവ് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു LED ഹെഡ്ലൈറ്റ് വിത്ത് LED പൊസിഷൻ ലൈറ്റ് ആണ് എയറോക്സിന്റെ ഫ്രണ്ട് വ്യൂയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. എയറോക്സിന്റെ ഒരു റൈഡർ ഫ്രണ്ടിലേക്ക് നമുക്ക് വരുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമുക്കത് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫ്രണ്ട് പോക്കറ്റ് വിത്ത് ഒരു പവർ സോക്കറ്റ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഒരു മൊബൈൽ ചാർജിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നമ്മുടെ റിമോട്ട് കീ, അതിന്റെ ഫോബ് കീ നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഒരു മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കീ സ്വിച്ചസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോർമലി ഇക്വേഷനെല്ലാം നോബിലാണ് നമുക്ക് ചെയ്യാവുന്ന. അതിനകത്ത് ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഫ്യൂൽ, സീറ്റ്, ഒരു മൾട്ടി ഫങ്ഷൻ ആയിട്ടുള്ള ഒരു കീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഫ്യൂവലിന്റെ ഒരു എക്സ്റ്റേണൽ ഫ്യൂൽ ലിഡ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിലാണ് അതിന്റെ ഫ്യൂവലിന്റെ നമുക്ക് ഫില്ല് ചെയ്യുന്നതിന്റെ ഒരു ഫ്യൂൽ പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫ്യൂൽ ലിഡ് ആണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ
ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ സ്വിച്ചസിന്റെ പോർട്ടിൽ തന്നെയാണ് അതിന്റെ സീറ്റ് ഓപ്പൺ ആക്കാനുള്ള ഫോർച്യൂൺ വരുന്നത്. നമുക്ക് സീറ്റിലേക്ക് ഓപ്പണിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 സീറ്റ് സ്റ്റോറേജിലേക്ക് വരുമ്പോഴേക്ക് 24.5 ലിറ്റർ ഒരു വലിയ മികച്ച ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് എയറോക്സിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എയറോക്സിന്റെ ഒരു ബാക്ക് പോർഷനിലേക്ക് വന്നാൽ നമുക്കൊരു എയറോനോട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാലജൻ ഹെഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു LED ടൈൽ ലാമ്പിങ് നമുക്ക് ബാക്ക് സൈഡിൽ ബാഡ്ജ് ചെയ്യുന്നുണ്ട്. എയറോക്സിന്റെ നമുക്ക് ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഈ ഒരു കാറ്റഗറി വരുന്ന മാക്സി സ്കൂട്ടർ കാറ്റഗറിയിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കീ പോയിന്റ് ആണ് അതിന്റെ എയറോക്സിന്റെ ടയർ സൈസ് എന്ന് പറയുന്നത്. ഒരു 110/80/14 ഫ്രണ്ട് ടയർ സൈസും 140/70/14 ഒരു ബാക്ക് ടയർ സൈസുമാണ് കാണാൻ. വളരെ വലിയൊരു ടയറാണ്. വലിയ ടയർ വരുന്ന നമുക്ക് റൈഡർക്ക് സ്റ്റെബിലിറ്റി, റൈഡർക്ക് ഒരു നല്ല കംഫർട്ട് വരാൻ രീതിയിലുള്ള ഒരു വലിയ ടയർ തന്നെയാണ് എയറോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ നമുക്ക് നമ്മളൊരു സീറ്റിനുള്ളിൽ നമുക്കൊരു പ്രീഷ്യസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള ഗാഡ്ജറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും സീറ്റ് ലോക്ക് അല്ല എന്നുണ്ടെങ്കിൽ അതൊരു സൗണ്ട് ഹോൺ ചെയ്ത് വാർണിംഗ് അലാംസ് നമുക്ക് എയറോക്സിൽ ബീപ് ചെയ്യും. ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ എയറോക്സിൽ 2 വേരിയന്റുകൾ എയറോക്സ് ഉണ്ട്. എയറോക്സിന്റെ കീലെസ് ആയിട്ടുള്ള സ്മാർട്ട് കീ വേരിയന്റിന് ഒപ്പം തന്നെ കീ വരുന്ന നോർമൽ എയറോക്സ് വേരിയന്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കോട്ടയം ജോർജ് മേജയിൽ എയറോക്സിന്റെ എല്ലാ കളേഴ്സിലും നമുക്ക് വണ്ടി സ്റ്റോക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും വി വെൽക്കം യു കോട്ടയം ജോർജ് മേജർ. താങ്ക് യു.